പോലീസുകാരൊക്കെ പൊതുവേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യൂണിഫോം ശരീരത്തിൽ കയറിയാൽ പിന്നെ പലരെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം കുറവായിരിക്കും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവരുടെ ജോലിയുടെ ഭാരമൊക്കെ നമുക്കറിയാമല്ലോ. എന്നാൽ യൂണിഫോം ഇട്ടാലും നമുക്ക് ആവശ്യമുള്ള നമ്മളിൽ ഒരാളായി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരാളുണ്ട്. പ്രിൻസ് എബ്രഹാം, തലശ്ശേരി DYSP. ആദ്യം അദ്ദേഹം കടക്കുന്നത് നമ്മുടെ കുട്ടികൾ എത്രക്കാരാണ് എന്നതിലേക്കാണ്. നമ്മുടെ മക്കളെ നോക്കി പറയുന്ന മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാനൊരു ഭാഗ്യമുണ്ടാകണം. അതൊരു വല്ലാത്ത ഭാഗ്യമായിപ്പോഴും നമുക്കറിയാമല്ലോ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് പിള്ളേർ. ഒരു തവണ പറഞ്ഞാൽ കേൾക്കുന്ന മക്കളുടെ എണ്ണം ഇപ്പോൾ വളരെ മിടുക്കരാവർ. ഭയങ്കര പഠിപ്പിസ്റ്റുകളും മിടുക്കന്മാരും മിടുക്കികളും ഒരുപാട് കഴിവുള്ളവരാണ്. പക്ഷെ ഒരു തവണ പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം എന്തോ എൻ്റെ മക്കൾക്ക് ഇപ്പൊ വളരെ കുറവാണ്. ചാവാൻ പോയിച്ചിട്ട് വെള്ളം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്രാവശ്യം പറഞ്ഞാൽ കിട്ടിയാൽ മഹാഭാഗ്യം എന്ന് കരുതിയാൽ മതി. മക്കളുടെ ഇരിപ്പെല്ലാം കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇപ്പോഴത്തെ മക്കളുടെ ഇരിപ്പ്. നിങ്ങൾ എന്നാ വേണമെങ്കിലും പറഞ്ഞോ, ഈ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കും. പിന്നെ ഇതിപ്പോ ശീലമായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. മാറണം, മാറ്റണം, മാറ്റി മറിക്കണം കുട്ടികളെ നമ്മൾ വീട്ടിൽ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും നമുക്ക് കുട്ടികൾ. ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് സമൂഹത്തിനും സ്കൂളിനും മറ്റുള്ളവർക്കും ഉപകാരികളായ കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. അല്ലാത്ത കുട്ടികളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം തകർച്ചയിലേക്ക് പോകുന്നുള്ളതാണ്. കുട്ടികൾ എന്തും ചെയ്യാൻ റെഡിയാവണം. ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരായ വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം. ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ, പ്രേമിച്ചില്ലെങ്കിൽ പോയി മണ്ണെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കുക, സ്വയം ആത്മഹൂതി ചെയ്യുന്ന വിദ്യാഭ്യാസം വികൃതമാണത്. വികൃതം. എണ്ണം കൂടി വരും ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങളുടെ എണ്ണം. എത്ര എണ്ണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു വീട്ടിൽ നിന്നും ഒരു വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ വന്ന മകളുടെ ശവവും തിരിച്ചു കൊണ്ടുപോകുന്ന യാത്ര. മകന്റെയും അതുപോലെ തന്നെ വല്ലാത്ത കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതെ, ആ ദയനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കുട്ടികൾ കടക്കാൻ വഴിവെക്കരുത് എന്നാണ് പ്രിൻസ് എബ്രഹാം പറയുന്നത്. ഇനി പരീക്ഷയിൽ മക്കൾക്ക് ഫുൾ A+ കിട്ടാൻ രക്ഷിതാക്കൾ നടത്തുന്ന വ്യഗ്രതയെക്കുറിച്ചാണ് എബ്രഹാം പറയുന്നത്. എൻ്റെ മകൾ 10ാം ക്ലാസ്സിലാണ്. എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പാണ്. ഫുൾ A+ കിട്ടും. കാരണം എൻ്റെ ബാച്ചിലുള്ള DYSPമാരെ കഴിഞ്ഞ വർഷം എല്ലാം എക്സാം എഴുതിയവരുടെ എല്ലാ മക്കളും ഫുൾ A+. എൻ്റെ ദൈവമേ, ഇനി ഇവക്കെങ്ങാനും കിട്ടാതെ പോയാൽ ഞാൻ എന്താകും? ഒരു മണ്ണാങ്കട്ടയാവൂല. ഒരു മാർക്ക് കൊച്ചിന് കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഫുൾ A+ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അവിടെയൊന്നും അല്ലായിരിക്കും. അതിനപ്പുറത്ത് ഏതോ ഒരു വലിയ ലോകമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ കൺമണി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പരിപാടി നിങ്ങൾ പേപ്പറിനകത്ത് വായിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കലോത്സവത്തിൽ, കേരളത്തിൽ സ്കൂൾ കലോത്സവത്തിൽ കൈ രണ്ടും നഷ്ടപ്പെട്ട കുട്ടി സോപാന സംഗീതത്തിൽ തന്റെ കാല് വെച്ച് വാദ്യം വായിച്ചുകൊണ്ട് സോപാന സംഗീതം നടത്തി. കണ്ടായിരുന്നോ നിങ്ങൾ? കാണണം. മക്കളോടെല്ലാം പറയണം, ആ കാഴ്ച കാണാൻ പറയണം. അത് കാണുമ്പോൾ ഏത് സാഹചര്യത്തെയും ഏത് വെല്ലുവിളിയെയും നേരിടാൻ അവർ പ്രാപ്തരാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ എവിടെ നിർത്തുന്നോ, നിങ്ങൾ എവിടെ വീഴുന്നോ, നിങ്ങൾ എവിടെ ഇല്ലാതാകുന്നോ അവിടെ തുടങ്ങാൻ പ്രാപ്തരാക്കണം നമ്മുടെ മക്കളെ. അപ്പോഴാണ് വിദ്യാഭ്യാസം ശരിക്ക് തലമുറ കൈമാറിപ്പോകുന്ന നന്മയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 അധ്യാപകർ, ആലപ്പുഴ ജില്ലയിൽ 2 അധ്യാപികമാർ തങ്ങളുടെ കയ്യിലെ വള ഊരി കൊടുത്തു. പണയം വെക്കാനല്ല, ബാങ്കിൽ വെക്കാനല്ല, വിൽക്കാനല്ല. അവരുടെ പൂർവ്വ വിദ്യാർത്ഥിയുടെ കല്യാണത്തിന് വള ഊരി കൊടുത്തു. ആ വള കൊണ്ടാണ് ആ കൊച്ചിന്റെ കല്യാണം നടത്തിയത്. അധ്യാപികമാർ പാഠപുസ്തകമാവുകയായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാകണം അധ്യാപകർ. അങ്ങനെ വരുമ്പോൾ അവരെ കാണുകയും പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരാളും തെറ്റിപ്പോകില്ല. അവർ അമ്മയുടെ സ്നേഹം തിരിച്ചറിയും, അവർ അച്ഛന്റെ സ്നേഹം തിരിച്ചറിയും, സഹോദരന്റെയും സഹോദരിയുടെയും കൂട്ടുകാരന്റെയും അയൽക്കാരന്റെയും സ്നേഹം തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. അങ്ങനെയുള്ള മക്കൾ നമുക്കുണ്ടാവണം. അതെ, ഇതുപോലുള്ള അധ്യാപകരും ഉണ്ടെങ്കിൽ എത്ര നന്നായി പോകുമായിരുന്നു നമ്മളുടെ വിദ്യാഭ്യാസ മേഖല, അല്ലേ? ഇനി DYSPയുടെ ചില സ്വന്തം കാര്യങ്ങളാണ്.
മക്കളെക്കുറിച്ചും ജനിച്ച നാടിനെക്കുറിച്ചും. എനിക്ക് കൂത്തോറും അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. കാരണം എൻ്റെ മൂത്ത മകൾ ജനിച്ചത് ഇവിടെയാണ്. അതിൻ്റെതായ ഒരു ചോരത്തിളപ്പ് അവർക്ക് ഇച്ചിരി കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്തു പറഞ്ഞാലും എടുത്തടിച്ച് ഒരു പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അത് കൂത്തുപറമ്പിൻ്റെ സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ മകൾ ഇരുട്ടിക്കാരിയാണ് അവൾ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ശാന്തതയുണ്ട്. ഓരോ സ്ഥലത്തിൻ്റെതായ പ്രത്യേകതകളും ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ചിരിക്കുക, സന്തോഷിക്കുക, ഉല്ലസിക്കുക, എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുട്ടികളെ കുറിച്ചും ഒക്കെ ചിന്തിച്ച് സന്തോഷത്തോടു കൂടി എല്ലാ രാപ്പകലുകളും കഴിക്കുവാൻ വരുന്നതൊക്കെ വരട്ടെ. അത് വരുമ്പോൾ കാണാം നമുക്കല്ലേ, എൻ്റെ കുട്ടി എന്താവും, ഞാൻ എന്താവും. ഇതൊന്നും നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സന്ധികളും നിങ്ങളുടെ രാവുകളും ഒക്കെ നിങ്ങൾക്ക് നഷ്ടമാകും. രാപ്പകലുകളും നിങ്ങൾക്ക് നഷ്ടമാകും. അത് അങ്ങനെ ആവരുത്. അങ്ങനെ ആയാൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എല്ലാവരും മനോഹരമായി പൂവെന്നെല്ലാം പറയും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പൂ വിരിയുന്നത് കണ്ടവർ എത്ര പേരുണ്ടാവും? 4 മണിക്ക് എണീറ്റാൽ ചുരുങ്ങിയത് ഒരു പൂവെങ്കിലും വിരിയുന്നത് കാണാം. അതിന് കിടക്കപ്പായിൽ നിന്ന് പൊങ്ങേണ്ടല്ലേ? എന്തായാലും സ്വന്തം ജീവിതത്തെ പോലും പച്ചയായി കാണിച്ച് ഇങ്ങനെ അനുഭവം പങ്കുവയ്ക്കുന്ന പോലീസുകാരനെ എവിടെ കാണാൻ കഴിയും? അവസാനമായി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുകൂടി DYSP പറയുന്നത് കേൾക്കുക. ചുരുങ്ങ വല്ലാണ്ടങ്ങ് ചുരുങ്ങി പോകട്ടെ. ഇങ്ങനെ ചുരുങ്ങിയാൽ, ഇങ്ങനെ ബേജാറായാൽ, വിഷമിച്ചാൽ ചിരിക്കുക, കരയുക. കരയാനൊരു അവസരം കിട്ടിയാൽ കരയണം കേട്ടോ. ചിരിക്കാത്തവരെക്കാളും വലിയ അപകടകാരികളാണ് കരയാത്തവർ. അവരെ ശ്രദ്ധിക്കണം. അവര് ഭൂമിക്ക് നാശം വിതയ്ക്കുന്നവരാ. ചിരിച്ചില്ലേലും കുഴപ്പമില്ല, കരയാത്തവരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസരം കിട്ടിയപ്പോഴൊക്കെ ഞാൻ കരയണം. ആരിപ്പോൾ എനിക്കെല്ലാം കരയാൻ വലിയ പ്രയാസമാണ്. ഞാൻ ആകെ കഴിഞ്ഞ് ഈ ആകാശത്തൂന്നും പറഞ്ഞൊരു സിനിമ കാണാൻ പോയിട്ട് കുത്തി നിന്നിങ്ങനെ കരച്ചിൽ വന്നു. പുറത്തിറങ്ങി എനിക്ക് കരയാൻ പറ്റുമോ? കരഞ്ഞ് എന്തെങ്കിലും കരയേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. വേദനയുടെയും വേർപാടിൻ്റെയും ഒക്കെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴൊന്നും കരയാൻ പറ്റില്ല. ഞങ്ങൾ കരഞ്ഞാൽ നിങ്ങൾ എന്നാ പറയുന്നത്, ഒരു കഞ്ഞി DYSP. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊന്നും കഴിയാറില്ല. ചിരിക്കാനും പറ്റൂല. അപ്പോൾ ഒരു നിർഗുണനായി ഇങ്ങനെ നിങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ സത്യത്തിൽ ഇതുപോലുള്ള പരിപാടികൾ നൽകുന്ന ഒരു ആശ്വാസം, ഒരു സുഖം, ഒരു കുളിർക്കാറ്റ് പോലെ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ കുളിർക്കാറ്റ് എന്നും അങ്ങനെ തന്നെ താങ്കൾക്കൊപ്പം നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി ഈ സാരോപദേശമെല്ലാം കേട്ട് എന്ത് തെറ്റ് ചെയ്താലും DYSP നിങ്ങളെ തലോടി വിടുമെന്ന് ഏതെങ്കിലും കുറ്റവാളി കരുതിയാൽ അയാളെ പരമ്പരാഗത വിഡ്ഢി എന്നേ നമ്മൾ വിളിക്കൂ. ചുട്ട കോഴിയെ പച്ചയ്ക്ക് പറപ്പിക്കുന്ന ആളായി ഈ DYSP എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുള്ള അവസരം ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. ലോ അക്കാദമിയിലെ കുട്ടി സമരത്തിന് കൊട്ടിക്കലാശം. സമരക്കാർ മരം കയറികളാകുന്നതിൽ ഭയന്നാണ് സമരം അവസാനിപ്പിച്ചതെന്ന് കേട്ടുകേൾവി. മനസ്സിലെന്ന് പറഞ്ഞില്ലേടാ, ആദ്യം സമാധാനം പറയും. ഇനിയും നിരാഹാരം കിടന്നാൽ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നതിൽ ഭയന്ന് മുരളീധരനും സമരം നിർത്തി. സർജറി വേണോ വേണ്ടെന്ന് ഉടനെ അറിയാം. ഏതായാലും തല ഷേവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. Money is not a problem, okay? You send the medicine, okay? Yeah, okay. ചിന്നമ്മയെ പാട്ടിലാക്കാൻ നോക്കിയ പനീർശെൽവത്തെ കൊച്ചമ്മ കൂമ്പിനിട്ടിടിച്ചു. നീ പൊക്കോ, ഞാൻ പോക്കാ. ചിന്നമ്മയെ വിടമാട്ടയെന്ന് പനീർശെൽവം. നാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ ഇങ്ങ് ഏഴകൾ വേദனை പടമാട്ട. ഉயிருള്ളവரை ഒരു തുன்பமில்லை, അവർ കണ്ണീർ കടലിലെ വിഴമാട്ട. കുട്ടികൾ എത്തരക്കാരായാലും അവരെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് വിശദമാക്കി തലശ്ശേരി DYSP. പക്ഷെ ഒരു തവണ പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം എന്തോ എൻ്റെ മക്കൾക്ക് ഇപ്പൊ വളരെ കുറവാണ്. ചാവാൻ പോയിച്ചിട്ട് വെള്ളം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പ്രാവശ്യം പറഞ്ഞാൽ കിട്ടിയാൽ മഹാഭാഗ്യം എന്ന് കരുതിയാൽ മതി. പോയാൽ പോട്ടെക്കുട്ട എന്ന് പറഞ്ഞ് ചിരിച്ചും കരഞ്ഞും ജീവിതം ആസ്വദിക്കാനും പ്രിൻസ് എബ്രഹാമിന്റെ ഉപദേശം. ചിരിക്കുക, കരയുക. കരയാനൊരു അവസരം കിട്ടിയാൽ കരയണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളുടെ സമയവും അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.